ഇപ്പം ഈ സോറിയാസിനെ ട്രീറ്റ് ചെയ്യുന്ന മിക്കവാറും സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സോറിയാസും ആർത്രൈറ്റിസും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റ് ആയിരിക്കും. ഞാൻ യൂഷ്വലി ഈ റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്തുള്ള ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുള്ള പേഷ്യൻസിനെയും ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തുള്ളതാണ് മോഡേൺ മെഡിസിനിൽ കാണുന്നത്. പിന്നെ ആയുർവേദവും ഹോമിയോ മറ്റുള്ളതൊക്കെ ട്രൈ ചെയ്ത പേഷ്യൻ ഞാൻ കാണാറുണ്ട്. ബേസിക്കലി അതിന് ഈ ക്ലിനിക്കലി ഈ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ടാകും അറിയാനായി അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ അസുഖം മാറാൻ നിൽക്കുന്നത്. അപ്പം അതിന് ഈവൻ ഏത് ഫുഡാണ് ബോഡിക്ക് പറ്റിയെന്ന് അറിയണമെങ്കിൽ തന്നെ അതിനെക്കുറിച്ചുള്ള അതിന് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടിയാലേ പറ്റുള്ളൂ. നമുക്ക് എല്ലാ ഫുഡും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേണ്ട ന്യൂട്രീഷൻ, പ്രത്യേകിച്ച് സ്കിന്നിന് റിപ്പയർ വന്ന് നമുക്കൊരു ഹീലിംഗ് കിട്ടണമെങ്കിൽ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടണം. പ്രത്യേകിച്ച് ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ആയിട്ടുള്ള ഒമേഗ 3 കൂടുതൽ വേണം, ഒമേഗ 6 കുറയ്ക്കണം. പിന്നെ ഒരു 57 ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സിജനും വാട്ടറും അതുപോലും വെരി ഇമ്പോർട്ടൻ്റാണ്. ഓക്സിജൻ നമുക്ക് വെറുതെ കിട്ടില്ല. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലങ്സിന് കൂടുതൽ ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെ വെറുതെ കളയാനൊന്നും പറ്റില്ല. അതിനെ ബേൺ ഔട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റിവിടണം. അപ്പം ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി കാർബണും ഹൈഡ്രജനും ആണ് അതിനകത്ത് ഫാറ്റി ആസിഡ് ഫോമിലുള്ള ഇതാണ് വരുന്നത്. മറ്റേതാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഈ ഫാറ്റിനെ കളയണമെങ്കിൽ നമ്മൾ മോർ ഓക്സിജൻ ഉള്ളിൽ ചെല്ലണം. എന്നിട്ട് ആ ഫാറ്റിനെയൊക്കെ മാറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വിടണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും അതിനൊപ്പം തന്നെ കറക്റ്റായിട്ട് ന്യൂട്രിഷൻ, ഈ 57 ന്യൂട്രിഷൻ ഉള്ളതിൽ ഓക്സിജനും പിന്നെ ഓക്സിജനും വാട്ടറും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ